തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ വീണ്ടും ഇ ഡി കളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തേ വൈകി എന്ന് ആലോചിക്കുകയായിരുന്നു. കാര്യം ഈ അടുത്ത ദിവസമാണല്ലോ SUCI സമരവേദിയിൽ ലീഗനും കോൺഗ്രസനും സംഘിയും സുഡാപ്പിയും ജമാഅത്ത് ഇസ്ലാമിയും SUCIയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചില ആലോചനകളൊക്കെ നടത്തിയതിന് പിന്നാലെ കരുവന്നൂര് വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. എങ്ങനെ? കരുവന്നൂരുമായി ഒരു ബന്ധവുമില്ലാത്ത മുൻ മന്ത്രിയും ഒപ്പം നിലവിലെ MP-യുമായിട്ടുള്ള K രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇ ഡി നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു അത്രേ. അതാണല്ലോ കേരളത്തിലെ മാപ്ര ക്യാപ്ഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് തരാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മൊഴി തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് സംബന്ധിച്ചൊരു നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷ നേതാക്കന്മാരെ ഒന്ന് വിളിക്കുക, അതിന്റെ പേരിൽ ഈ നാട്ടിൽ വാർത്താ വിസ്ഫോടനം ഉണ്ടാക്കുക, അതായത് മാധ്യമങ്ങളുടെ ഉള്ളിലിരിപ്പ്, ഭാവനകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ഒരു എലമെന്റ് ഇട്ട് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് നേരത്തെ അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ള പലരും പറഞ്ഞ പോലെ ഒന്നും ചോദിക്കുന്നില്ല, അവിടെ ഇരുത്തിയിരിക്കും. അപ്പോൾ മാധ്യമങ്ങൾക്ക് ബ്രേക്കിംഗ് നിരത്താം. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് 2 മണിക്കൂർ 4 മണിക്കൂർ പിന്നിട്ടു, 7 മണിക്കൂർ പിന്നിട്ടു, ഒരു വക ചോദ്യം ചെയ്യലും ഇല്ല, ഒന്നുമില്ല.